ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയായ കെറ്റാമെലോൺ സംബന്ധിച്ച നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഇതിന്റെ മുഖ്യ സൂത്രധാരൻ മൂവാറ്റുപുഴ സ്വദേശി എഡിസണും കൂട്ടാളിയും പിടിയിലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയാണിതെന്ന് NCB പറയുന്നു. കൊച്ചിയിലെ തപാൽ പാഴ്സലുകളിൽ നിന്ന് LSD പിടിച്ചെടുത്തതോടെയാണ് ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ഈ പറയുന്നത് പോലെ ഈ ഡാർക്ക് നെറ്റും അതേപോലെ ഈ കെറ്റാമെലോൺ എന്നിവയൊക്കെ മലയാളികളെ സംബന്ധിച്ച് അത്രത്തോളം സുപരിചിതമായ കാര്യങ്ങളല്ല. എന്തായാലും NCB ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയുടെ കണ്ണി പൊട്ടിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. രണ്ടുപേരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായിരിക്കുന്നത്. ഒന്ന് മൂവാറ്റുപുഴ സ്വദേശിയായ എഡിസണും ഇയാളുടെ കൂട്ടാളിയുമാണ് പിടിയിലായിരിക്കുന്നത്. ഇതിലേക്ക് വരുന്നത് ഈ ജൂൺ 28-ന് കൊച്ചിയിലെ ഒരു 3 തപാൽ പാഴ്സലുകൾ പിടിച്ചെടുത്തിരുന്നു. 280 LSD ബ്ലോട്ടുകൾ ഇതിൽ നിന്ന് പിടിച്ചെടുത്തു. ഇതാണ് ഈ സംശയത്തിലേക്ക് പോകുന്നത്. ഇത് 3ഉം ബുക്ക് ചെയ്തതാണ്, ഒരാൾ ബുക്ക് ചെയ്തതു എന്നത് മനസ്സിലാവുകയും അതിന്റെ മേൽവിലാസത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഈ തിരച്ചിലാണ് മയക്കുമരുന്നും അതോടൊപ്പം തന്നെ ഡാർക്ക് നെറ്റ് മാർക്കറ്റുകളിലേക്ക് ഈ ആക്സസ് ചെയ്യാൻ പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പെൻഡ്രൈവ്, ഒന്നിലധികം ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾ, ഹാർഡ് ഡിസ്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് വിശദമായ ഒരു പരിശോധനയിലേക്കെല്ലാം തന്നെ പോകുന്നു. ഈ NCB പിടിച്ചെടുത്ത മരുന്നുകൾക്ക് ഏതാണ്ട് 35 ലക്ഷത്തിലധികം രൂപ വില വരുന്നതാണ്. ഇത് ഓരോ LSD ബ്ലോട്ടുകളും വിറ്റിരുന്നത് 2500 മുതൽ 4000 രൂപ വരെയുള്ള വിലകൾ കാണാം. അത് മാത്രവുമല്ല, ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിലേക്ക്, പ്രധാന നഗരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ, ചെന്നൈ, ഭോപ്പാൽ, ഡൽഹി, പാട്ന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലാണ് ഇവർ പ്രധാനമായും ഈ കണ്ണികളാണ് വിൽപ്പന നിയന്ത്രിച്ചിരുന്നത്. അവിടെ എന്ത് നടക്കുന്നു, ആർക്കിത് വിൽക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഈ കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഇവർ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഈ ലെവൽ 4 ഡാർക്ക് നെറ്റ് വിൽപ്പന സംഘമാണ് കെറ്റാമെലോൺ എന്നാണ് ഈ അന്വേഷണത്തിൽ, നാർക്കോട്ടിക് ബ്യൂറോയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ അന്വേഷണം കാര്യങ്ങളും എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. കൂടുതൽ പേർ ഇതിൽ കുടുങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ എഡിസൺ എന്ന് പറയുന്നയാൾ വലിയ രീതിയിലാണ് ഈ മാർക്കറ്റ് നിയന്ത്രിച്ചിരുന്നത്. ഇവിടുന്ന് ഇന്ത്യയിലെ വലിയ മാർക്കറ്റുകൾ, ഈ ഡ്രഗ്സ് കാർട്ടലുകൾ എന്ന രീതിയിലെല്ലാം വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് അത്തരമൊരു ശൃംഖല ഇയാൾ വളർത്തിയെടുത്തിരുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും ഈ ഇത്തര ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായകമായ ഒരു അറസ്റ്റും കാര്യങ്ങളിലേക്കുമാണ് ഇപ്പോൾ NSB കടക്കുന്നത്. തീർച്ചയായും ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.